പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും അമ്മാവനായ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം അമ്മയെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നത്. അതേസമയം ഇതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് അമ്മ പറഞ്ഞു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും പൂർണ്ണമായും നീതി കിട്ടിയിട്ടില്ല. അമ്മയെ വിട്ടയച്ചതിനെതിരെ നാളത്തെ ശിക്ഷാവിധി വന്നത് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഗ്രീഷ്മയുടെ അമ്മയും കുറ്റക്കാരിയല്ലേ എന്നും പിന്നെന്തിനാണ് അവരെ വെറുതെ വിട്ടതെന്നും കരഞ്ഞുകൊണ്ട് ഷാരോണിന്റെ അമ്മ പ്രിയ ചോദിച്ചു. അതേസമയം ഷാരോൺ വധക്കേസിൽ ഇന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധി പറയാനിരിക്കെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ മാതാപിതാക്കൾ. എന്തായാലും ഗ്രീഷ്മയ്ക്കും കൂട്ടുപ്രതികൾക്കും അർഹമായ ശിക്ഷ നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ഗ്രീഷ്മയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോന്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിനോട് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും പേര് പോലും പറയാത്തതെന്നും അച്ഛൻ പറഞ്ഞു. ആൺസുഹൃത്തായ ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധി നാളെയാണ്. ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ ശേഷം കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും 3 ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. 2022 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25-നായിരുന്നു ഷാരോൺ മരിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരൻ നായരുമാണ് 2ഉം 3ഉം പ്രതികൾ. ഇതിൽ അമ്മയെ കോടതി വെറുതെ വിട്ടു. അമ്മാവനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അമ്മയെ സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് കോടതി വെറുതെ വിട്ടത്. ഗ്രീഷ്മയ്ക്കെതിരായ എല്ലാ ആരോപണങ്ങളും കോടതി ശരിവെച്ചു. അതുകൊണ്ട് തന്നെ കനത്ത ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കിട്ടുമെന്നാണ് വിലയിരുത്തൽ. ഗ്രീഷ്മ നിരപരാധിയാണെന്നും ജ്യൂസ് ചലഞ്ചിന് മുൻപായി നടത്തിയ പാരസെറ്റാമോളിനെ കുറിച്ചുള്ള വെബ് സെർച്ച് ഒന്നാം പ്രതിക്ക് പനി ആയതുകൊണ്ടാണെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. ആത്മഹത്യാ പ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യുന്നതിനായി പാരക്കിറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതാണെന്നും വാദിച്ചു. മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് പോയി എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. ഈ വാദങ്ങൾ കെട്ടുകഥകളാണെന്നും ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളും പ്രതികൾക്കെതിരെയുള്ള കുറ്റം പൂർണ്ണമായും തെളിയിക്കുന്നതാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കോടതി അംഗീകരിച്ചു. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അപ്പോഴും പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് കിട്ടിയേക്കും.